കണ്ടന്റാണ് ഹീറോ എന്നുറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് മലയാളം സിനിമ എല്ലാ രീതിയിലും വമ്പൻ വിജയത്തിലേക്ക് ചുവട് വെക്കുന്ന മനോഹരമായ കാഴ്ച അതാണ് 2024 ഫെബ്രുവരി മുതൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫെബ്രുവരിയിൽ മാത്രം റിലീസ് ചെയ്ത 4 പടങ്ങൾ 3-ാം വാരം പിന്നിടുമ്പോഴും വമ്പൻ വിജയത്തിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. 2024 ഏതൊക്കെ രീതിയിൽ നോക്കിയാലും മലയാള സിനിമയ്ക്ക് വലിയ രീതിയിലുള്ള ഗുണങ്ങൾ ചെയ്തിട്ടുമുണ്ട്, ഇനി അങ്ങോട്ട് ചെയ്യാൻ പോകുന്നുമുണ്ട്. കാരണം പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന അല്ലെങ്കിൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന നിരവധി നടന്മാരുടെയും നിരവധി സംവിധായകരുടെയും വമ്പൻ പ്രോജക്റ്റുകൾ ഈ വർഷം വരുന്നുണ്ട്. വലുതും ചെറുതുമായ ഒരുപാട് നല്ല സിനിമകൾ തന്നെയാണ് അണിയറയിൽ റിലീസിനായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. മേക്കിംഗ് സ്റ്റൈൽ കൊണ്ട് പ്രേക്ഷക പ്രീതി നേടി ട്രെൻഡിംഗ് ആയി മാറിയിരിക്കുന്ന മഞ്ഞുമ്മൽ ബോയ്സ് മലയാള സിനിമയ്ക്ക് പുത്തൻ റെക്കോർഡുകൾ സ്ഥാപിച്ചിരിക്കുകയാണിപ്പോൾ. മോളിവുഡിലെ 4ാമത്തെ 100 കോടി ചിത്രമെന്ന റെക്കോർഡാണ് മഞ്ഞുമ്മൽ ബോയ്സ് കരസ്ഥമാക്കിയിരിക്കുന്നത്. ഇപ്പോൾ മലയാള സിനിമാ ലോകം മുഴുവൻ സംസാരിക്കുന്ന പേര് മഞ്ഞുമ്മൽ ബോയ്സ് എന്ന സിനിമയുടേതാണ്. റിലീസ് ചെയ്ത് 12 ദിവസം കൊണ്ട് 100 കോടിക്ക് മുകളിൽ മുത്തമിട്ടിരിക്കുകയാണ് മഞ്ഞുമ്മൽ ബോയ്സ്. ചിത്രം തമിഴ്നാട്ടിൽ കഴിഞ്ഞ ദിവസം റിലീസായിരുന്നു. അവിടെയും കേരളത്തിലെ പോലെ വലിയ റെസ്പോൺസ് തന്നെയാണ് ലഭിച്ചിരിക്കുന്നത്. ചിത്രം വൻ വിജയമാകുമ്പോൾ സാക്ഷാൽ ഉലക നായകൻ തന്നെ മഞ്ഞുമലിലെ പിള്ളാരെ കാണുവാൻ കഴിഞ്ഞ ദിവസം എത്തിയിരുന്നതും സോഷ്യൽ മാധ്യമങ്ങൾ ഏറ്റെടുത്തിരുന്നു. 12 ദിനം കൊണ്ട് 100 കോടി ക്ലബിലെത്തിയ മഞ്ഞുമലും പിള്ളാരും മോളിവുഡിൽ 100 കോടി ക്ലബിലെത്തിയ 4ാം ചിത്രമായി മാറിയിരിക്കുകയാണ്. ഏറ്റവും വേഗതയിൽ 100 കോടി ക്ലബിലെത്തിയ 3ാമത്തെ ചിത്രവും കൂടിയാണ് മഞ്ഞുമൽ ബോയ്സ്. തൊട്ടു പിന്നാലെ പ്രേമലു കൂടി വമ്പൻ റെക്കോർഡുകൾ സ്ഥാപിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ്. അടുത്ത 5 ദിവസങ്ങൾ കൂടി പിന്നിടുമ്പോൾ പ്രേമലു 100 കോടി ക്ലബിലെത്തുമെന്നാണ് സിനിമ അനലിസ്റ്റുകൾ രേഖപ്പെടുത്തുന്നത്. വെറും 22 ദിനങ്ങൾ കൊണ്ട് 84 കോടിക്ക് മുകളിൽ കരസ്ഥമാക്കിയിരിക്കുകയാണ് പ്രേമലു. ചിത്രത്തിന്റെ തെലുങ്ക് വേർഷൻ കഴിഞ്ഞ ദിവസം ഇറങ്ങിയിരുന്നു. അവിടെയും വമ്പൻ സ്വീകാര്യതയാണ് ചിത്രത്തിന് ലഭിക്കുന്നതെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. മഞ്ഞുമൽ പിള്ളാരും പ്രേമലുവിലെ പിള്ളാരും കൂടി വമ്പൻ റെക്കോർഡുകൾ സ്ഥാപിക്കാൻ ഒരുങ്ങുമ്പോൾ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ഭ്രമയുഗം എന്ന രാഹുൽ സദാശിവൻ ചിത്രവും 60 കോടിക്ക് മുകളിലേക്ക് എത്തി നിൽക്കുകയാണ്. ഭ്രമയുഗത്തിന് പിന്നാലെ ടൊവിനോ നായകനായ ഡാർവിൻ കുര്യാക്കോ സംവിധാനം നിർവഹിച്ച ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ചിത്രം അന്വേഷിപ്പിൻ കണ്ടെത്തും 42 കോടി വേൾഡ് വൈഡ് കളക്ഷൻ നേടി തൊട്ടു പിന്നാലെയുമുണ്ട്. ഫാൻ ഫൈറ്റോ ഓവർ പ്രൊമോഷൻസോ കൂടാതെ നല്ല കണ്ടന്റുകളും ശക്തമായ തിരക്കഥയും വ്യക്തമായ മേക്കിംഗും തന്നെയാണ് ഈ വിജയങ്ങൾക്കെല്ലാം പിന്നിലെന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ സാധിക്കും. മലയാള സിനിമയ്ക്ക് ഫെബ്രുവരി സമ്മാനിച്ച വൻ വിജയങ്ങൾ ഈ മാസവും ആവർത്തിക്കുമെന്നും അതുവഴി മലയാളം ഇൻഡസ്ട്രി മറ്റുള്ള ഭാഷകൾക്കും മാതൃകയാകുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം. വരുന്ന ദിവസങ്ങളിൽ റിലീസിന് തയ്യാറെടുക്കുന്ന ചിത്രങ്ങൾക്കൊപ്പം മഞ്ഞുമലും പ്രേമലുവും ഒക്കെ ഇനിയും പുതിയ റെക്കോർഡുകൾ തീർത്ത് മുന്നോട്ട് വരട്ടെ എന്ന് ആശംസിക്കുന്നു. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കും മറ്റു വാർത്തകൾക്കുമായി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ മൂവി ഡാസിൽസ്.